ഈ വീഡിയോയിൽ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ഈ അങ്ങാടിയിലെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളും രാത്രി ഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? വൈകാതെ അപകടത്തിലെത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് രാത്രി ഭക്ഷണം വളരെ ലൈറ്റായിട്ട് നമ്മളിപ്പോ ഉദാഹരണം പറയില്ല, നിങ്ങളവിടുത്തെ MLA കുഞ്ഞാൽ സാഹിബ് അല്ല ഇവിടെ മൂപ്പര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ MLA അല്ലേ? നമ്മളെ MLA അല്ല, നിങ്ങളെ MLA ആണ്. എന്താ ഒരു ആപ്പിളിന്റെ കഷ്ണം, ഒരു കക്കരിക്ക കഷ്ണം, അത് അതിന് മുഴുവൻ തിന്നൂല, കഷ്ണം തിന്ന. രാത്രിയൊക്കെ 7 മണിയാകുമ്പോ 77 വയസ്സായി നിങ്ങളെ MLAക്ക്. 100 പത്രക്കാരിങ്ങനെ വന്നുകാണ്ട് ചാനലുകാർ വന്നാലും ഒരു കുഴപ്പമില്ലാതെ, മെയിന്റനൊന്നും ഒരു കുഴപ്പമില്ലാതെ കണ്ണിങ് ആയിട്ട് മറുപടി പറയും. കാലിലൊരു നീര് പോലുമില്ല, ഏത് സ്റ്റെപ്പ് പാഞ്ഞു കയറും. 77-ാമത്തെ വയസ്സിൽ ആര് കക്കോട മൂസാജിന്റെ മോളെ കെട്ടിയ വയനാട് ജില്ല മൊത്തം വിലക്ക് വാങ്ങാൻ പറ്റിയ വലിയ പൈസക്കാരനാണ്. ആര്? പട്ടിണിയൊന്നുമില്ല, എന്തു തിന്നാൻ കഴിയും. പക്ഷേ എന്താ ചെയ്യാ? ഒരിറ്റ് കല്യാണത്തിനൊക്കെ വന്ന നിങ്ങളുടെ നാട്ടിൽ വന്നാൽ തിന്നല്ല, ഒരു നുള്ളി അതന്നെ. രാത്രിയൊക്കെ കക്കരിക്ക അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഷ്ണം, പൈസ ഇല്ലേട്ടാ അവനാൻ നോക്കി അവനാൻ കുറെ കാലം രോഗമില്ലാതെ മരുന്ന് കുടിക്കാതെ പോകാന്നുള്ള ഒരു സൂചന മാത്രമാണ് ഞാൻ അതുമായി ഒരു ഉദാഹരണം നിങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് നിങ്ങളോട് സൂചിപ്പിച്ചത്. ഈ വീഡിയോ നമ്മുടെ ഉമ്മമാർക്കും അതുപോലെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ആളുകളൊക്കെ നിത്യരോഗികളാവുകയാണ്. ഇന്നത്തെ കാലത്ത് മരുന്ന് കുടിക്കാത്തവരാരാന്ന് ചോദിച്ചാൽ ഒരു 99% ആളുകളും മരുന്നിലാണ് ജീവിച്ചു പോകുന്നത്. ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ 77 വയസ്സുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് മടിയാണ്. അത്രത്തോളം ചുറുചുറുക്കോടെ നടന്നു നീങ്ങുന്ന അദ്ദേഹത്തിന്റെ ആ ജീവിത ശൈലിയിൽ നമ്മളൊക്കെ പാഠം പഠിക്കണം. ധാരാളം തിന്നാനും കുടിക്കാനും ഉള്ള ഒരാള് ഒന്നും കുടിക്കാതെ ആരോഗ്യം പരിപാലിക്കുന്നത് കാണുമ്പോൾ ഞാനിപ്പോൾ എത്രത്തോളം പറഞ്ഞാൽ എനിക്കത് സൂക്ഷിക്കാൻ പറ്റുന്നൊന്നും അറിയുന്നില്ല. പക്ഷേ നമ്മളൊക്കെ ഏറെക്കുറെ ആ ഒരു ശൈലിയിലേക്ക് മാറിയാൽ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് കുറേ രക്ഷപ്പെടാൻ പറ്റും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹത്തെ പറ്റിയുള്ള ഈ സുഹൃത്ത് പറഞ്ഞ ആ വോയിസ് നമുക്കൊക്കെ ഒരു റെട്രോസ്പെക്ഷൻ, ഒരു പുനർവിചിന്തനം ഉണ്ടാക്കി തരുന്ന വീഡിയോ ആയതുകൊണ്ട് അതൊന്ന് പരമാവധി സ്പ്രെഡ് ചെയ്യണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ്. ഫീഹി ഐലത്തും വഅ്തിബാറുൻ, അതിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും നല്ല പാഠമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏജന്റ് റിവേഴ്സ് ഗിയറാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിക്കും. പേഴ്സണലായിട്ട് യോജിക്കാൻ പാടില്ലല്ലോ. ഏജ് പിന്നെ നമ്മളെ പ്രത്യക്ഷത്തിൽ അഫക്റ്റ് ചെയ്തു ആർക്കും തോന്നാത്ത വിദ്യകൾ, എക്സർസൈസ്, ബാക്കി കാര്യങ്ങൾ, അതൊക്കെ മേക്കപ്പ് ഇല്ല, എക്സർസൈസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, യോഗ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കൃത്യസമയത്ത് രാവിലെ എഴുന്നേക്കും, രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ പോകും. അത് എന്ത് പ്രശ്നമാണെങ്കിലും ഉച്ചയ്ക്ക് വളരെ കൃത്യമായിട്ട് ഉറങ്ങും. ശരിക്കും ഇത്രയും ഓർഗനൈസ്ഡ് ആണോ അതോ ആളുകൾ പറയുന്നത്? അല്ലല്ല, ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ്.